കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ മയക്കുമരുന്ന് വിൽപ്പനയിലും ഉപയോഗത്തിലും വൻ വർധനവ്. പോലീസും എക്സൈസും പിടികൂടിയ കേസുകളുടെ എണ്ണം നാൾക്കുനാൾ ഏറി വരികയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉപയോക്താക്കൾക്കും കാരിയർമാർ ആകുന്നതായി പോലീസ് കണ്ടെത്തി. 2023 കാസർഗോഡ് ജില്ലയിൽ പോലീസ് ആകെ രജിസ്റ്റർ ചെയ്തത് 1572 NDPS കേസുകളാണ്. 1670 പ്രതികളിൽ 1669 പേരെ അറസ്റ്റ് ചെയ്തു. 114 കിലോ കഞ്ചാവ്, 981 ഗ്രാം MDMA, 3.06 ഗ്രാം ഹാഷിഷ് ഓയിൽ, 0.1 ഗ്രാം LSD, 50 മില്ലിഗ്രാം നൈട്രാസെപ്പാം ഗുളികൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. 2024 പോലീസ് 925 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 4 കിലോയിലധികം MDMA, 37 കിലോ കഞ്ചാവ്, 96.96 ഗ്രാം മെത്താംഫെറ്റാമൈൻ, ഒരു കഞ്ചാവ് ചെടി എന്നിവയാണ് പിടിച്ചെടുത്തത്. ഈ വർഷം ഇതുവരെ ആകെ 265 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 33 കിലോ കഞ്ചാവ്, 325 ഗ്രാം MDMA, 48 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയുൾപ്പെടെ ഗണ്യമായ അളവിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. കുട്ടികളിലെ ഈ മൊബൈൽ അഡിക്ഷനും പിന്നെ വേറെ അഡിക്ഷൻസിനും ഡൈവേർഷൻ ആവശ്യമുണ്ട്, ഒരു പോസിറ്റീവ് ഡൈവേർഷൻ ആവശ്യമുണ്ട്. സോ നമ്മൾ ഫുട്ബോൾ സ്പോർട്സ് ആണ് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ഡൈവേർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മുടെ ടർഫ് ഇപ്പോൾ ഓപ്പൺ ഉണ്ട്, അതിന് റേറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുക. പിന്നെ ലൈഫാണ് പോസിറ്റീവ് ലഹരി. ഇത്തവണ എക്സൈസ് വകുപ്പിന്റെ കണക്കിലും വർധനവുണ്ട്. 21 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2.5 കിലോഗ്രാം കഞ്ചാവും 71.158 ഗ്രാം മെത്താംഫെറ്റാമൈനും കണ്ടുകിട്ടി. വിദ്യാർത്ഥികളുടെ കൈകളിൽ നിന്നും പിടികൂടിയ ലഹരി വസ്തുക്കളുടെ കണക്കും ഞെട്ടിക്കുന്നതാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് 85.59 ഗ്രാം MDMAയും 66.86 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ബോധവൽക്കരണത്തിനപ്പുറം കൃത്യമായ ഇടപെടലുണ്ടായാൽ മാത്രമേ ലഹരിയുടെ വിൽപ്പനയും ഉപഭോഗവും കുറയ്ക്കാനാകൂ എന്ന് തെളിയിക്കുന്നതാണ് പുതിയ കണക്കുകൾ. ന്യൂസ് മലയാളം, കാസർഗോഡ്.